ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ ദുൽഹിജ്ജയിലെ 9, പിന്നത് പെരുന്നാളല്ലേ, അപ്പോൾ 1 മുതൽ 9 അടക്കമുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് 8-നും 9-ന്റെ അന്നും സുന്നത്തുണ്ട്. ഒരു നോമ്പിൻ്റെ കൂലിത്ര അറിയോ? ഒരു സ്വഹീഹായ ഹദീസിലുണ്ട്, മൻ സ്വോമ യൗമൻ ഫീ സബീലില്ലാഹ്, മൻ സ്വോമ, വല്ലവനും നോമനുഷ്ഠിച്ചാൽ, യൗമൻ, ഏതെങ്കിലും ഒരു ദിവസം, നോൽക്കാൻ പറ്റിയ, പെരുന്നാൾക്ക് നോക്കാൻ പറ്റുമോ? ഹറാമല്ലേ? അയ്യാവശ്യം നോക്കാൻ പറ്റുമോ? അതിലോ. അപ്പൊ നോമ്പ് നോൽക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പ് പറ്റും. എന്തിന്? ഷുഗർ നോർമലാവാൻ വേണ്ടിയല്ല, പിന്നെ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നോറ്റു. അപ്പൊ അള്ളാഹിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, കാമമോഹ ക്രോധാദികളൊക്കെ ഒന്ന് അടങ്ങാൻ വേണ്ടി, അങ്ങനെ ഒരു തഖ്വ ഉണ്ടാവാൻ വേണ്ടി, അള്ളാഹിന്റെ പൊരുത്തം ഉണ്ടാവാൻ വേണ്ടി നോമ്പ് നോറ്റാൽ എത്ര കൂലി അറിയോ? ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. ബഅദല്ലാഹു, എന്താ? അള്ളാഹു അകറ്റുന്നതാണ്, വജ്ഹഹു, അവന്റെ മുഖത്തെ, അർത്ഥം ഐ ദാത്തഹു, അവന്റെ ദാത്തിനെ, അവന്റെ തടി, അതായത് അവനെ അള്ളാഹു അകറ്റും. അനിന്നാരി 70 ഖരീഫ, നരകത്തിനെ തൊട്ട് 70 കൊല്ലം. അവൻ്റെ നരകത്തിൻ്റെ ഇടയിൽ 70 കൊല്ലം ഇതിൻ്റെ ദൂരം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം അവൻ നരകല്ല. മാഷാ അല്ലാഹ്. ഇതിപ്പം ദുൽഹിജ്ജ 8, 9 ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ദിവസം നോമ്പറ്റാൽ മതി. നോൽക്കൂലേ? ഇൻഷാ അല്ലാഹ് 9 നോൽക്കണം, 8-നും ശരിക്കും 9 ദിവസം നോൽക്കണം. പക്ഷേ നമ്മൾ ചിലപ്പോൾ നോറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പഠിക്കാനും കഴിയില്ല, കിതാബാനും കഴിയില്ല, അതുകൊണ്ട് നമ്മൾ നോൽക്കാത്തല്ലേ. ആ, പിന്നെന്താ? യുസന്നു മുതഅക്കിദൻ സൗമു യൗമി അറഫ, അറഫ നാളിലെ നോമ്പ് ശക്തമായ സുന്നത്ത്. നീ വൈദ്യ ഹാജി, ആജിയന്മാരെ അറഫയെ പോയിട്ട് എന്താ ഉണ്ടാ നോമ്പ് നോൽക്കണ്ട. ഞമ്മക്ക് എന്തേ കാരണം അറിയോ? വല്ലാത്ത കൂലിയന്, വല്ലാത്ത കൂലിയ. ലിഅന്നഹു യുകഫിറു സനത്തല്ലത്തി ഹുവ ഫീഹാ വല്ലത്തി ബഅദഹാ. 9-ന്റെ അന്ന് നോൽക്കുന്നയാള് ഏതൊരു കൊല്ലത്തിലാണോ ആ കൊല്ലത്തിൽ നോമ്പ്. അത് കഴിഞ്ഞ മുഹറം മുതൽ നമ്മളെ ജനുവരിന്റെ സ്ഥാനത്താണോ ഏത്? മുഹറം. ഡിസംബറിന്റെ സ്ഥാനത്താണ് ഏത്? ദുൽഹിജ്ജ. അപ്പൊ മുഹറം മുതൽ ഈ ദുൽഹിജ്ജ വരെ ഉള്ള ചെറുപാപങ്ങളൊക്കെ അല്ലാഹു ഉണ്ടാവും, പുറത്തരും. എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 9 അന്ന് നോമ്പ് വെച്ചാൽ കഴിഞ്ഞില്ല. പിന്നെ വല്ലത്തി ബഅദഹ, ഇതിന്റെ ശേഷമുള്ളൊരു കൊല്ലം. ദുൽഹിജ്ജ കഴിഞ്ഞാൽ പിന്നെ ഏതാ? അറബി കണക്ക് തുടങ്ങല്ലേ? മുഹറം. ആ മുഹറം മുതൽ അടുത്ത ബല്യനാൾ വരെ ഉള്ള ദോഷം പൊറുക്കുമ്പോൾ അതിൻ്റെ അടുത്തുണ്ട ഒരു കൊല്ലം കൂടി ജീവിക്കുന്നല്ലേ? എനിക്ക് മനസ്സിലായോ? എന്താ കാരണം? അന്നത്തെ ദോഷം പൊറുക്കണം, ജീവിക്കണ്ടേ, നല്ല ദോഷം ഉണ്ടാവുള്ളൂ. മാഷാ അല്ലാഹ്. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹാദിഹി ബുശ്റാ, ഇതൊരു സന്തോഷ വാർത്തയാണ്, ഇതിലൊരു ബിശാറയുണ്ട്. എന്തുകൊണ്ട്? ബി ഹയാത്തി സനത്തിൻ മുസ്തഖ്ബില, അടുത്ത കൊല്ലം കൂടി ജീവിക്കുമെന്ന്. അപ്പൊ ഈ നമ്മളെ ദുൽഹിജ്ജ 9 നോമ്പ് വെച്ചാൽ ഒരു കൊല്ലം കൂടി ജീവിക്കൂടാ. ജീവിതാഗ്രഹം ഉണ്ടോ? നോക്കൂലേ? ചെറുമാറി നോമ്പ് നോൽക്കട്ടെ മാനേജർ, എന്നാലും നോൽക്കണം കേട്ടോ. ആ പിന്നെ ആരത്തിൽ ഇവൻ സോമഹു, ദുൽഹിജ്ജ 9-ന്റെ അന്ന് നോമ്പ് നോറ്റാക്കുന്ന സന്തോഷം അടുത്ത വർഷം കൂടി ജീവിക്കുന്നു. എന്തേ കാരണം അറിയോ? റസൂൽ പറഞ്ഞത്, ഇത് ഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശറ ബികഫാറതിഹാ, അടുത്ത വർഷത്തിലെ ദോഷം പൊറുപ്പിക്കുമെന്ന് റസൂൽ സന്തോഷ വാർത്ത അയക്കുമ്പോൾ ഒരു കൊല്ലം കൂടി ജീവിക്കണ്ടേ?
ഇതാരാ നമ്മളെക്കാണ് പലതും കൊണ്ട് പറയും. അപ്പം സ്വായിമിനിക്ക് അടുത്ത വർഷം കൂടിയും ജീവിക്കുമെന്നൊരു സന്തോഷ വാർത്ത ഇതിലുണ്ട്. എന്തേ കാരണം അറിയോ? എന്താ കാരണം? ഇത് ഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. റസൂൽ തോന്നിയ പറയില്ല. പിന്നെ എന്താ പറയാ? നമ്മൾ തോന്നിവാസികളാ. റസൂലുള്ളാഹി തങ്ങളോ നമ്മൾ തോന്നിവാസം ഒഴിവാകണം. ഹക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അള്ളാന്റെ ഹബീബ് തോന്നിയേ പറയില്ല. പിന്നെ വഹീന്റെ കലാമായിരിക്കും. അപ്പൊ ഇതാര് പറഞ്ഞാണ്? വഹീന്റെ കലാമല്ലേ. അടുത്ത വർഷത്തിന്റെ ദോഷം പൊറുക്കുന്നു. മാഷാ അല്ലാഹ്. നോക്കില്ലേ? മാഷാ അല്ലാഹ്. ഈ കൂലി കേട്ടുകൊണ്ട് കേട്ടില്ലേ? എന്താ ഉറപ്പ്? എന്താ അങ്ങനെ കിട്ടും? അടുത്ത കൊല്ലം ജീവിക്കും. അടുത്ത കൊല്ലം ജീവിക്കും. അതല്ലേ പറഞ്ഞേ. ഈ വർഷത്തിന്റെ പാപങ്ങളും കഴിഞ്ഞ മുഹറം മുതൽ ഈ ദുൽഹിജ്ജ ഒമ്മിനെ നോൽക്കേണ്ടത്. പിന്നെ ദുൽഹിജ്ജ മുഹറല്ലേ? ഈ അടുത്ത മുഹറം മുതൽ പിറ്റേ ദുൽഹിജ്ജ അടുത്ത കൊല്ലം തന്നെ. ആ കൊല്ലത്തെ അടുത്ത വർഷത്തിന്റെ ദോഷം പൊറുക്കണം. ജീവിക്കട്ടെ ചങ്ങായിയെ. അപ്പൊ ഒരു കൊല്ലം ജീവിക്കും എന്നും കൂടി സന്തോഷ വാർത്ത ഇതിലുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ഇന്നപ്പോ ഏതാടോ ഈ അറഫ നോമ്പ്? എന്താ അത്? ചില വഹാബികൾ പറയലുണ്ട്, നമ്മളെ ഹാജിമാര് മക്കത്തെ അറഫയിൽ എന്നാണോ നിൽക്കണത് അന്നാ നോമ്പ് വിൽക്കണ്ടേ. അതല്ല.